വഅന്നമാ യദ്ഊന മിൻ ദൂനില്ലാഹി ഹുവൽ ബാത്തിൽ. അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന കാര്യങ്ങൾ, വസ്തുക്കൾ അത് മുഴുവനും അസത്യമാണ്, അന്യായമാണ്, ഒരർഹതയുമില്ലാത്തതാണ്. ഏത് പേരിലാണെങ്കിലും, വിഗ്രഹങ്ങളാണെങ്കിലും, സൂര്യചന്ദ്ര നക്ഷത്രങ്ങളാണെങ്കിലും, കടലും കരയുമാണെങ്കിലും, ഔലിയാക്കളാണെങ്കിലും, അമ്പിയാക്കളാണെങ്കിലും, മലക്കുകളാണെങ്കിലും, ഇബാദത്തിന് ഈ പറയുന്ന ഒരു സൃഷ്ടികളും ഒരർഹരുമല്ല, ഒരു യോഗ്യരുമല്ല. അവർക്ക് നിർവഹിക്കപ്പെടുന്ന ഈ ഇബാദത്തുകൾ, ആരാധനകൾ അവരിലേക്ക് പോകുന്നത് അന്യായമാണ്, അർഹതയില്ലാതെ നൽകുകയാണ്. ആരാധനക്ക് അർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവനെ മാത്രമേ ആരാധിക്കാവൂ. നമ്മുടെ ഇബാദത്ത് അവനിലേക്ക് മാത്രമേ തിരിക്കാവൂ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. സത്യനിഷേധികളെ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. നിങ്ങളെ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല. വെട്ടി തുറന്ന് നമ്മൾ ആദർശം പറയാണ്, അഡ്ജസ്റ്റ് ഒന്നുമില്ല, മതസൗഹാർദ്ദം ഒന്നും പറയല്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. നമ്മൾ ആദർശത്തിന്റെ കാര്യത്തിൽ രണ്ട് ദിശയിലാണ്. ഒരു അഡ്ജസ്റ്റും ഒരൊത്തൊരുമയും ഒരു സൗഹാർദ്ദം ആദർശത്തിന്റെ കാര്യത്തിൽ ഇല്ല തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ, എല്ലാത്തിന്റെ മേലും കഴിവുള്ളവനാണ്. ആരും വന്ന് പറയാനും വാദിക്കാനും നിൽക്കരുതേ, ഇന്ന ഔലിയ, ഇന്ന ഷെയ്ഖ്, അല്ലെങ്കിൽ ഇന്ന ആള് എല്ലാത്തിനും കഴിവുള്ള ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു യഅലമു സിർറ വ അഖ്ഫാ. നമ്മൾ സൃഷ്ടികളെ സംബന്ധിച്ച് രഹസ്യമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും, അതിലേറെ മറഞ്ഞു കിടക്കുന്നതും അറിയും. സൃഷ്ടികളായ നമ്മെ സംബന്ധിച്ച് രഹസ്യമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. വ അഖ്ഫാ, അതിലേറെ മറഞ്ഞു കിടക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. ഇവിടെ ആരും വന്ന് പറയാൻ നിൽക്കരുതേ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോ പറയുന്നു. ഔലിയ, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ളത് കുപ്പിന്റെ ഉള്ളിലുള്ള വസ്തു എങ്ങനെ നമുക്ക് പുറത്തുനിന്ന് കാണും എന്ന മാതിരി ഞാൻ കാണും. എന്നിട്ട് ഖുർആനിൽ തെളിവുണ്ട് എന്ന് ആരും പറയാൻ നിൽക്കരുതേ. അത് പറഞ്ഞാൽ അല്ലാഹു യഅലമു സിർറ വ അഖ്ഫാ എന്ന് പറഞ്ഞ ആയത്തിനോട് കടുക വിരുദ്ധാണത്. ഔലിയക്ക് നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള അറിയുന്ന പറയാ, എന്നിട്ട് അതിന് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും തെളിവുണ്ടോ എന്ന് കൊടുന്ന് പറഞ്ഞാൽ അത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഷിർക്കിന്റെ ഗ്രന്ഥം എഴുതിയിട്ട് കിതാബ് തൗഹീദ് എന്ന് പേരിട്ട മാതിരിയാണ്. എഴുതിയത് മുഴുവനും ഷിർക്കാണ്, എന്നിട്ട് പേരിട്ടത് കിതാബ് തൗഹീദ്. തൗഹീദ് എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കാത്ത, അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഇത് കിതാബ് തൗഹീദാന്ന് എഴുതിയിട്ട് ഒരു പക്ഷെ വായിച്ചു പോകുന്നുണ്ടാകും. തൗഹീദ് അതല്ലാതെ ഒരു ബന്ധമില്ല. അല്ലാഹു ലൈസ കമിസ്ലിഹി ഷൈഉൻ, ലൈസ കമിസ്ലിഹി ഷൈഉൻ. അഖീദത്തുൽ വാസിൽ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾ അത് കേട്ടതുമായിരിക്കും. അല്ലാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല, ഒരു സൃഷ്ടിയില്ല അല്ലാഹുവിനെ പോലെ. അള്ളാഹുവിന് ധാരാളം ഉത്തമമായ നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. അള്ളാഹുവിന് ധാരാളം മഹത്തായ വിശേഷണങ്ങൾ, ഗുണവിശേഷണങ്ങളുണ്ട്. അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെ ഒരു സൃഷ്ടിയും അള്ളാഹുവിനെ പോലെ ഇല്ല തന്നെ, ഇല്ല തന്നെ. ഇതാണ് തൗഹീദ്. ലാ ശരീക ലഹു, അള്ളാഹുവിന് ഒരു പങ്കുകാരനുമില്ല, ഒരു വസ്തുവുമില്ല, ഒരു വ്യക്തിയും ഈ പറയുന്ന റുബൂബിയത്തിലോ, ലോകത്തിനെ നിയന്ത്രിക്കുന്ന വിഷയത്തിലോ, സൃഷ്ടിക്കുന്ന വിഷയത്തിലോ, ദോഷം പുറത്തു കൊടുക്കുന്ന കാര്യത്തിലോ, മഴ വർഷിപ്പിക്കുന്ന കാര്യത്തിലോ, കുട്ടികളെ കൊടുക്കുന്ന കാര്യത്തിലോ, ആൺകുട്ടികളെ വേണ്ടിയവർക്ക് പെൺകുട്ടികളെ കൊടുക്കുന്ന കാര്യത്തിലോ, പെൺകുട്ടികളെ വേണ്ടിയവർക്ക് ആൺകുട്ടികളെ കൊടുക്കുന്ന കാര്യത്തിലോ, ഇരട്ട മക്കൾ ജനിക്കുന്ന ആളുകൾക്ക് അത് നൽകാതിരിക്കുന്ന കാര്യത്തിലോ, കുട്ടികളില്ലാത്ത ആളുകൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന കാര്യം, ഒരാൾക്കും ഒരു സൃഷ്ടികൾക്കും യാതൊരു കൈകടത്തലുമില്ല. അള്ളാഹുവിന്റെ കൂടെ വേറൊരു സൃഷ്ടികളും ഈ കാര്യത്തിൽ പങ്കുകാരില്ല. ലാ ശരീക ലഹു. ആരാധന എന്ന് പറയുന്നതിന്റെ ഇനങ്ങൾ മുഴുവനും അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാൻ, നിങ്ങൾ നിർവഹിക്കാൻ പാടുള്ളൂ. ആരാധനക്ക് അള്ളാഹുവിന്റെ കൂടെ അവകാശികളായ മറ്റൊരു സൃഷ്ടിയുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു ഇബാദത്തും അതിന്റെ ഒരു ഇനങ്ങളും അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കാനും പാടില്ല. ലാ ശരീക ലഹു. അള്ളാഹുവിന് ഒരു പങ്കുകാരനുമില്ല. അള്ളാഹുവിന്റെ മഹത്തായ ഉത്തമമായ ഈ നാമങ്ങൾ, വിശേഷണങ്ങളുടെ കൂട്ടത്തിൽ അതിന് അർഹരായ ഒരു സൃഷ്ടികളുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ അറിയൂ എന്ന് അവൻ ഏകനാണ് ആ കാര്യത്തിൽ എന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടെ, റസൂലിന്റെ സുന്നത്തിൽ കൂടെ നിങ്ങൾക്ക് വിവരം തന്നിട്ടുണ്ടെങ്കിൽ, മറഞ്ഞ കാര്യങ്ങള് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ അറിയുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടെ, റസൂലിന്റെ സുന്നത്തിൽ കൂടെ നിങ്ങൾക്ക് വിവരം തന്നിട്ടുണ്ടെങ്കിൽ, അത് പിന്നെ പ്രവാചകൻ മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയും. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് മുഴുവനും അറിയും. അതല്ലെങ്കിൽ മനസ്സുകളിലുള്ളതൊക്കെ ഔലിയ അറിയും എന്ന് പറഞ്ഞു വാദിക്കാൻ ഒരാൾ നിൽക്കരുതേ. അങ്ങനെ അവൻ വാദിക്കുകയോ പറയുകയോ വിശ്വസിക്കുകയോ ചെയ്താൽ
തൗഹീദിൽ നിന്ന് അവൻ പുറത്തു പോകും, അവൻ മുശ്രിക്കായി തീരും. അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. മരണത്തിന്റെ ശേഷം കാലാകാലം നരകത്തിൽ അവൻ ചെന്ന് കടക്കേണ്ടി വരും. ലഇൻ അശ്റകത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ ലോകത്ത് വന്ന അല്ലാഹുവിന്റെ സൃഷ്ടിയുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠരായ മുവഹിദായ മുഖ്ലിസായ മുത്തഖിയായ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. നമ്മുടെ അവസ്ഥ പിന്നെന്താ? സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10-18ഓളം വരുന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എണ്ണി പറഞ്ഞിട്ട് ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ മഹാനായ ഇബ്രാഹിം നബി അടക്കമുള്ളവരൊക്കെ ഉണ്ടായിട്ട് ആ പറഞ്ഞ ആയത്തുകൾ അവസാനിക്കുന്ന സമയത്ത് അല്ലാഹു പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഇത്തരം മഹാന്മാരും ആദരണീയരുമായ പ്രവാചകന്മാർ ഇവരെങ്ങാനും ശിർക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ അവർ ചെയ്തു പോയ സൽക്കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു തകർന്നു പോകും, പൊളിഞ്ഞു പോകും. അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. പരലോകത്ത് നിന്ദരും നീചരുമായി തീരും എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കുകയാണത്. അവർ ചെയ്തിട്ടൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്തിട്ടൊന്നുമില്ല. പരിശുദ്ധരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടായിട്ടുമല്ല. സങ്കല്പിച്ചു നോക്കി. കാര്യത്തിന്റെ ഗൗരവം നമ്മളെ ഉണർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരാണ്, ലാ ശരീക ലഹ്, അല്ലാഹുവിനോട് പങ്കുകാരുമില്ല. ഇന്ന നഫിയ ശരീക അനില്ലാഹി തആല ലാ യതിമു ഇല്ലാ ബിനഫി സലാസതി അൻവാഇ മിനശ് ശിർക്ക്. നമ്മൾ മുമ്പ് കേട്ട തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, ഈ പറയുന്ന 3 തൗഹീദിലും ശിർക്കിന്റെ യാതൊരു ലാഞ്ചനയും ശാഖയും പെടാതെ സുരക്ഷിതരായി പോയാൽ ആ മനുഷ്യൻ മുവഹിദാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അവന്റെ അടുത്ത് ശിർക്ക് കടന്നുകൂടിയാൽ ആ മനുഷ്യന്റെ തൗഹീദ് തകർന്നു പോകും. അവൻ മുശ്രിക്കായി പരാജയപ്പെട്ട് പോവുകയും ചെയ്യും.